ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായി വീഡിയോകളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂവിലാണ്, തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കോവിഡ് ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ തുറന്നതാണ്. അപ്പോൾ ഞാൻ സൂവിൽ വന്നേക്കാണ്. അപ്പോൾ സൂവിൽ നമ്മുടെ തൃശ്ശൂർ സൂവിൽ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ എന്തൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. സബ്സ്ക്രൈബേഴ്സിനുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം, എന്തൊക്കെ മൃഗങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എത്തിപ്പെട്ടിരിക്കണ അലക്സാൻഡ്രിയൻ പാരക്കീറ്റ് പഞ്ചവർണ്ണ തത്ത, പിസ്റ്റക്കുള എക്യുപേട്രിയ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫോട്ടോ ആണ് കൊടുത്തിരിക്കണം. ലൈഫ് സ്പാൻ വന്നിട്ട് 70 തൊട്ട് 80 വർഷം വരെയാണ്. 70 മുതൽ 80 വർഷം വരെയാണ് ആയുസ് പറയണം. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ തത്തയാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, ആഫ്രിക്കൻ ചാരത്തത്തയുണ്ട് ഇതിൽ. പിന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് 10 തൊട്ട് 15 വർഷം വരെ. 5000-ൽ പരം ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിവുള്ള തത്തയാണെന്ന് പറയണം. വളരെ വ്യത്യസ്തമായ തത്തകളാണ്. നമുക്കതിനെ നോക്കാം. ഉള്ളിൽ കാണുന്ന തത്ത ഉണ്ടോ? ഉള്ളിലാണ് ഇരിക്കണത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പഞ്ചവർണ്ണ തത്തയാണത്. ഹലോ പഞ്ചവർണ്ണ തത്ത, look at no. പിന്നെ ഉള്ളത് മോതിരത്തത്തെയാണ്, റോസ് റിംഗഡ് പാരക്കീറ്റ്. ലൈഫ് സ്പാൻ വന്നിട്ട് 70 തൊട്ട് 80 വർഷം വരെയാണ്. ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 70 മുതൽ 80 വർഷം വരെയാണ് ആയുസ്. മുട്ട വിരിയുന്നതിനുള്ള ദൈർഘ്യം 22 മുതൽ 23 ദിവസം വരെയാണ്. പഞ്ചവർണ്ണ തത്ത ഞാൻ പറഞ്ഞ പോലെയൊക്കെ പറയാൻ നോക്കണ്ട ആള്. പഞ്ചവർണ്ണ തത്ത എന്തൊക്കെയുണ്ട്? സുഖാണോ? എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ എന്തൊക്കെ ആഹാരങ്ങൾ തരുന്നുണ്ട്? വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ? സുഖമായിട്ട് ജീവിക്കാനുണ്ടോ? പിന്നെ എങ്ങനെ ഏതൊക്കെ ഭാഷ പഠിച്ചു? തമിഴാ? മലയാളം അറിയോ? കുറച്ചറിയാല്ലേ? അറിയണ ഭാഷകളൊക്കെ ഒന്ന് പറയ്. നമുക്ക് അടുത്തേക്ക് പോവാം. ആളെ ഉറക്കത്തിന്റെ ഇതിലായിരുന്നു. ഇയാൾ നോക്കണുണ്ട്, എന്തായതാന്നൊക്കെ നോക്കണുണ്ട് ആള്. എല്ലാവരെയും കുറച്ച് അകലേരം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ചുക്കർ പാർട്രിഡ്ജ് ആണ്. ലൈഫ് ടൈം വന്നിട്ട് 6 തൊട്ട് 8 വർഷം വരെ. 6 മുതൽ 8 വർഷം വരെ ആയുസ്. പാലസ്തീൻ, ടർക്കി, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പാകിസ്ഥാൻ, പടിഞ്ഞാറ് ഹിമാലയത്തിൽ നേപ്പാൾ വരെയുള്ള ഇന്ത്യൻ ഭൂപ്രദേശം എന്നിവിടങ്ങളിലെ പാർക്കെട്ട് കൂടിയ പുൽമേടുകളിൽ കണ്ടുവരുന്നു. മുട്ട വിരിയുന്നതിനുള്ള ദൈർഘ്യം 23 മുതൽ 24 ദിവസം വരെ. ഇപ്പൊ കണ്ട ചുക്കർ പാർട്രിഡ്ജ് ആണ് ഇരിക്കണം. ചുക്കർ പാർട്രിഡ്ജിനെ ഈ നെറ്റുമൊക്കെ കുറെ ഇതിരിക്കണവരാണേ, തൂവലുകളിരിക്കണവരെ ശരിക്കും ഞങ്ങൾ കാണില്ല. ക്ലോസപ്പ് എടുത്ത് നോക്കാം. എല്ലാവരും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ഇരിക്കാണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് സമയം വളരെ കുറവാണ്.
അതായത് ഇവിടെ 6 മണിക്ക് പൂട്ടും, 6:15 അടയ്ക്കും. ഞാൻ വന്നിട്ട് കയറിയത് 5:20 കയറി. വളരെ കുറച്ച് സമയമേ നമുക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകും. അപ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ആക്കിയിട്ട് ഇതൊക്കെ വായിച്ചു നോക്കിക്കോളോ, എന്തൊക്കെ നമ്മുടെ തൃശ്ശൂർ മൃഗശാലയിലുണ്ട് എന്നൊക്കെ അറിഞ്ഞോളാം കേട്ടാ. ഇപ്പോൾ കണ്ട കരിങ്കൊക്കണായിരിക്കണം, കന്യാസ്ത്രീ കൊക്കൊന്നും കൂടി പറയാനാ. മുകളിൽ കൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. കണ്ടാ, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഒരടുത്ത് നിൽക്കുന്നുണ്ട്. ഹായ് ഹായ്, ഹലോ 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 ഹലോ. നമുക്ക് അടുത്ത ആളടുത്തേക്ക് പോവാം. പിന്നെ നമുക്ക് വന്നിട്ടുണ്ട് പരുന്തുകളാണ് കാണാൻ പറ്റണം. അത് എന്ത് തരം പരുന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം. ഉണ്ടോ പരുന്ത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് എല്ലാവരും. ഒരുത്തും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കണുണ്ട്. ഒരുത്തൻ സൂം ചെയ്യുമ്പോൾ ക്ലിയർ കുറവാണ്, മൊബൈലായോണ്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക്. ഉണ്ടോ ബ്ലാക്ക് ആയിട്ട് ചക്കിപ്പരുന്ത് ഗരുഡൻ. ലൈഫ് സ്പാൻ 10 തൊട്ട് 15 വർഷം വരെ. ഭയപ്പെടുത്തിയാൽ ഇവ ചത്തതുപോലെ അഭിനയിക്കുന്നു. ബ്രാഹ്മണിക്ക, ചെമ്പരുന്ത്, കൃഷ്ണപ്പരുന്ത്. അപ്പോൾ നമ്മളെ ചക്കിപ്പരുന്ത് ഇവിടെ. ചക്കിപ്പരുന്ത് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ചത്തതുപോലെ അഭിനയിക്കുന്നു പറയണം. ചക്കിപ്പരുന്ത് ഉണ്ടോന്ന് നോക്കട്ടെ ആദ്യം. ചക്കിപ്പരുന്തില്ല. നമുക്ക് അടുത്ത ആൾക്കാർ. ഹെവി മൂങ്ങകള് കാണുന്നുണ്ടോ? മൂങ്ങകള് എന്തൊരു നോട്ടം നോക്കണമെന്നറിയോ? മൂങ്ങകള് കണ്ണൊക്കെ കണ്ടാലും മതി. ഹെവി നോട്ടം. എന്തോരം മൂങ്ങളാ, എന്ത് മൂങ്ങനെ നോക്കാം. ബ്രൗൺ ഫിഷ് ഓൾ കൂമൻ. ലൈഫ് സ്പാൻ 10 തൊട്ട് 15 വർഷം വരെയാണ്. ഏഷ്യയിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. 10 മുതൽ 15 വർഷം വരെ ആയുസ്. മുട്ട വിരിഞ്ഞതിനുള്ളതായിരിക്കും 25 മുതൽ 28 ദിവസം വരെ ആയിട്ടാണിരിക്കണം. വേണ്ട ഇങ്ങോട്ട് നോക്കണൊക്കെ ഉണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട് കണ്ടോ. കുറേ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കുറേ ചെടികൾ, എന്തോരം മരങ്ങളാണ്. നാൽപ്പാമരം, ഇത്തി, അരയാല്, പേരാല്, കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ചെറിയ പോണ്ട് പോലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മീനുണ്ടോന്നൊന്നും അറിയില്ല. ഉണ്ടോ? ഇതാണ് സെറ്റപ്പ് ഇവിടെ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഹീറോൺ, മുണ്ടി, പരുന്ത്, സ്പാരോ, കുരുവി. എല്ലാത്തിനും ഇംഗ്ലീഷ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലാന്ന് പോവാം. നമുക്ക് ഇപ്പുറത്ത് വല്ലതും ഉണ്ടോ നോക്കാം. എന്തോ ഉണ്ടോ നോക്കാലോ. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാണല്ലോ. ഇവിടെ കുറേ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നണ കൃഷി ഫാമാണെന്ന് തോന്നണം. ഈ കാണുന്നതേ ഫാമാണെന്ന് കണ്ടിട്ട് ഫാം പോലെ ഉണ്ട്. നമുക്ക് അടുത്ത മൃഗമാണോ പക്ഷിയാണോ എന്ന് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നൊന്നുമില്ല എന്ന് തോന്നണം. ഞാൻ സൗണ്ടൊക്കെ എടുത്ത് നോക്കി, ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ സിംഹത്തിൻ്റെ കൂടാ, എന്തൊക്കെ കൂട് പോലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആരും കാണുന്നില്ല. ഒക്കെ വിജൃംഭിച്ച് കിടക്കാണ്. വെള്ളമൊക്കെ ചത്തുപോയി എന്ന് തോന്നുന്നു. എന്തിട്ടാണ് ടോയ്ലറ്റ്? അവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് പോണ സൗകര്യമുണ്ട്. ഇവിടെ എന്തോ നോ എൻട്രി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ഇത് അടച്ചു പോയോ? എനിക്ക് കാണണ്ടേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ ഗോ നിയർ അനിമൽസ്. മൃഗങ്ങൾ അടുത്ത് പോവുകയോ അവയ്ക്ക് ആഹാര സാധനങ്ങൾ നൽകുകയോ ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ നോക്കാം. അതൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഒന്നുമില്ല.
സൗണ്ട് ഇട്ടിട്ട് വേറെ ആൾക്കാർ വന്ന് എത്തി നോക്കുന്നുണ്ട്. അതിലൊന്നുമില്ല. കുറുക്കാനാണെന്ന് തോന്നുന്നു. കുറുക്കനെ നേരിട്ട് കണ്ടിട്ട് അതിലൊക്കെ സൗണ്ടോ. പേടിച്ച് നിൽക്കണം എൻ്റെ സൗണ്ട്. ധൈര്യമില്ല, ആർക്കും ധൈര്യമില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെയും കുറേ ചെടികളൊക്കെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവർ കുറച്ച് ഷെയ്ക്ക് ആവണ്ടല്ലോ ക്യാമറ, സോറി. ഇതിനകത്ത് സ്റ്റെബിലിറ്റി കുറവാണ് ഫോണായതുകൊണ്ടേ. ഇവിടെ വെള്ളിമൂങ്ങ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലുണ്ടാവും, നോക്കാം. വെള്ളിമൂങ്ങ ലോകത്തിടത്തോളം കണ്ടുവരുന്നു 11 മുതൽ 25 വർഷം വരെ ഐസ്. മുട്ട വിരിയുന്നതായിരിക്കും 31 മുതൽ 32 ദിവസം വരെ. ഇവിടെ മറിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ അവിടെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അറ്റത്തിരിക്കണുണ്ടോ? കണ്ടോ 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 കണ്ടോ. അപ്പോൾ ഇവിടെ അവിടെ എത്തിക്കോ. ഉള്ളംപന്നി 15 മുതൽ 20 വർഷം വരെയാണ് ആയുസ്. മധ്യ കിഴക്കൻ രാജ്യങ്ങളിൽ എന്നിടയിൽ കാണപ്പെടുന്നു. ഗർഭകാലം 60 മുതൽ 65 ദിവസം വരെ. ആളുണ്ട് അവിടെ. ഉള്ളംപന്നി ഉണ്ട് കേട്ടോ. ഹെവി സാധനം. സൂമ കാണിച്ചു തരാം. വൻ ബിസിയാണ് ആളെ. തീറ്റ ഇട്ട് കൊടുത്താൽ തരാം. തീറ്റയുടെ അടുത്ത് നിൽക്കണം ഒറ്റങ്ങൾ ഉണ്ടോ. നമുക്കിനി അരമണിക്കൂറും കൂടെ ഉള്ള സമയം. കാണുന്നുണ്ടോ നമുക്ക്? ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ചെറിയതുങ്ങളും തോന്നുന്നു. ആ ടാങ്ക് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ചെറുതുങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പിന്നെയും ചെടികൾ, കുറേ ചെടികളും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പ്രകൃതി സ്നേഹം. മരം അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അടുത്ത് വരുമ്പോൾ ഓടണം, പേടിച്ച്. ഇന്ത്യൻ ശൈത്യൽ കുറുക്കൻ 15 മുതൽ 20 വർഷം വരെ ആയുസ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ, നേപ്പാൾ എന്നിവ കാണപ്പെടുന്നത് പോലെ 60 മുതൽ 65 ദിവസം വരെ. കുറുക്കനുണ്ട്. ഇപ്പൊ പറഞ്ഞ കുറുക്കനാണ് കാണണം കേട്ടോ. അവിടെ പോയി. കുറുക്കന് വേണ്ടിയിട്ടാണ് ഇത്രയും കെട്ടി വെച്ചിരിക്കണം.